വർഷങ്ങളോളം ശരീരം തളർന്നു കിടപ്പിലായിരുന്നിട്ടും തന്റെ കിടക്കയിൽ നിന്നുകൊണ്ട് വിപ്ലവകാരികളെ പ്രതിരോധിച്ച വിശുദ്ധ ജൂലി ബില്ലാർട്ടിന്റെ തിരുനാൾ ഇന്ന് സഭ ആഘോഷിക്കുന്നു. വടക്കൻ ഫ്രാൻസിലെ പിക്കാർഡിയയിലുള്ള കൂവിലി എന്ന ഗ്രാമത്തിലാണ് ജൂലി ജനിച്ചത്. കുട്ടിക്കാലം മുതലേ മറ്റുള്ളവരെ വിശ്വാസം പഠിപ്പിക്കാൻ അവൾക്ക് വലിയ താല്പര്യമായിരുന്നു. 1774 ജൂലിയുടെ പിതാവിനെ ആരോ വെടിവെക്കാൻ ശ്രമിച്ചു. ആ ക്രൂരമായ സംഭവം കണ്ട ജൂലിക്ക് വലിയ മാനസിക ആഘാതമുണ്ടാകുകയും അവളുടെ ശരീരം ഭാഗികമായി തളർന്നു പോകുകയും ചെയ്തു. എന്നാൽ ആ തളർച്ചയിലും കിടക്കയിൽ കിടന്നുകൊണ്ട് അവൾ ഗ്രാമത്തിലെ കുട്ടികളെ മതബോധനം പഠിപ്പിക്കുന്നത് തുടർന്നു. 1790 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി സഭയോട് കൂറുപുലർത്താത്ത ഒരു വൈദികൻ ജൂലിയുടെ ഗ്രാമത്തിലെ പള്ളി ഏറ്റെടുത്തു. ഈ വൈദികനെ കാണാൻ പോലും ജൂലി തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും ആ പള്ളി ബഹിഷ്കരിക്കാൻ അവൾ പ്രേരിപ്പിച്ചു. ദൈവത്തോടും സഭയോടും കൂറില്ലാത്തവർക്ക് പിന്നാലെ പോകുന്നത് ആത്മരക്ഷയ്ക്ക് തടസ്സമാണെന്ന് അവൾ വിശ്വസിച്ചു. ദൈവമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം വൈദികരെ അനുസരിക്കുന്നതല്ലേ എന്ന് ചോദിച്ച സുഹൃത്തിനോട് ജൂലി പറഞ്ഞത് ഇങ്ങനെയാണ്: വിശുദ്ധ കുർബാന ഇല്ലാതെ ജീവിച്ചാലും വേണ്ടില്ല, തെറ്റായ മാർഗത്തിൽ പോകരുത്. ദൈവം ആകാശത്തു നിന്ന് ഒരു മാലാഖയെ അയച്ചാണെങ്കിലും നമ്മെ രക്ഷിച്ചുകൊള്ളും എന്നാണ്. ജൂലിയുടെ ശക്തമായ എതിർപ്പിൽ പ്രകോപിതരായ വിപ്ലവകാരികൾ അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തുടർന്ന് അവൾ ഒരു വൈക്കോൽ വണ്ടിയിൽ ഒളിച്ചു കടക്കുകയും ഒളിവിൽ കഴിയുകയും ചെയ്തു. അമീൻസ് എന്ന സ്ഥലത്ത് വെച്ച് ജൂലി ഫ്രാൻസിസ് ബ്ലിൻ എന്ന പ്രഭുയെ കണ്ടുമുട്ടി. അവർ ഇരുവരും ചേർന്ന് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനും വിശ്വാസം പുനഃസ്ഥാപിക്കാനുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നോട്രി ഡാം എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു. ഏകദേശം 22 വർഷത്തോളം തളർന്നു കിടന്ന ജൂലി 1804 ഒരു നൊവേന പ്രാർത്ഥനയ്ക്കിടെ ഒരു വൈദികന്റെ നിർദ്ദേശപ്രകാരം എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുകയും അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. രോഗശാന്തിക്ക് ശേഷം ഇരട്ടിക്കരുത്തോടെ അവൾ ഫ്രാൻസിലുടനീളം 15 കോൺവെന്റുകൾ സ്ഥാപിച്ചു. 1816 ബെൽജിയത്തിലെ നമൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് വിശുദ്ധ ജൂലി ബില്ലാർട്ട് അന്തരിച്ചത്. അസാധ്യമായ സാഹചര്യങ്ങളിലും വിശ്വാസത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാൻ അവളുടെ ജീവിതം ഇന്നും ലക്ഷക്കണക്കിന് ആളുകളെ പ്രേരിപ്പിക്കുന്നു.